ഈ പാഠത്തിൽ പഠിക്കുന്ന ടൂളാണ് മാജിക് ഇറേസർ ടൂൾ. മാജിക് ഇറേസർ ടൂള് സംവാട്ട് നമ്മൾ മാജിക് വാൻഡ് ടൂള് പഠിച്ച അതേ സംഗതി തന്നെയാണ്. മാജിക് വാൻഡ് ടൂള് സെലക്ഷൻ നടത്തുമ്പോൾ മാജിക് ഇറേസർ ടൂള് സെലക്ട് ചെയ്തതിനെ ഇറേസ് ചെയ്ത് കളയുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. ഒന്ന് ഇറേസ് ചെയ്യുന്നു, മറ്റത് സെലക്ട് ചെയ്യുന്നു, തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടും ടോളറൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇറേസിങ്ങും സെലക്ഷനും നടക്കുന്നത്. സെലക്ഷൻ നടക്കുന്നതും ഇറേസിങ് നടക്കുന്നതും ടോളറൻസ് ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ടൂള് പഠിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ടൂള് ആ റൗണ്ടിനുള്ളത് മാത്രമാണ് ക്ലിക്ക് ചെയ്ത് പോകുന്നത്. എന്നാൽ ഇറേസർ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ വെള്ള കളറും പോയി. കണ്ടോ, ഇവിടേക്ക് ബാധിച്ചിട്ടില്ല, കാരണം കോണ്ടിഗ്യസ് ഓൺ ആണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഈ ഇവിടുത്തെ കളർ കൂടി പോയേനെ. നമുക്ക് അതുകൂടി നോക്കാം. ഞാൻ പഴയ രീതിയിലേക്ക് വന്നു, കോണ്ടിഗ്യസ് ഓഫ് ചെയ്തു. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ കംപ്ലീറ്റ് വെള്ള കളർ കംപ്ലീറ്റ് പോയി. ഈ ടോളറൻസ് കുറച്ച് നമുക്ക് കുറച്ചും ചിത്രം കുറേ കൂടി ഷാർപ്പായിട്ട് എടുക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ സത്യത്തിൽ ചിലപ്പോൾ ചിത്രത്തിന് അത്ര ഷാർപ്നെസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് നോക്കാം ഷാർപ്നെസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഒരുവിധം ഷാർപ്നെസ് ഉണ്ട്. അതുപോലെ നോക്കാം, കണ്ടോ ഇപ്പോൾ വേറൊരു കളർ അപ്ലൈ ചെയ്തപ്പോഴാണ് ചിത്രത്തിന് തീരെ ഷാർപ്നെസ് ഇല്ലെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ടോളറൻസ് ബേസ് ചെയ്തുകൊണ്ട് ടോളറൻസ് മാറ്റിയും മറിച്ചും കൂടുതൽ കൂട്ടിയും കുറച്ചിട്ടും അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇതൊരു മടിയന്മാരുടെ സെലക്ഷൻ ടൂളാണ്. കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത, പെട്ടെന്ന് കട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾക്കുള്ള ടൂളാണ്. സാധാരണഗതിയിൽ നമ്മൾ സെലക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് പോളിഗൺ ലാസോ ടൂളും പെൻ ടൂളും ഉപയോഗിച്ചിട്ടാണ് നല്ല സെലക്ഷൻ സാധ്യമാവുകയുള്ളൂ. ഇതെല്ലാം മടിയന്മാരുടെ ടൂളാണ്. മടിയന്മാർക്ക് ഇനിയും കുറേ ടൂളുകളുണ്ട്. ഷാർപ്പല്ലാത്ത ചില ഭാഗങ്ങളെ ചില അഡ്ജസ്റ്റ്മെന്റിലൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ കുറേ ഭാഗങ്ങളെല്ലാം ഷാർപ്പ് തന്നെയാണ്, ചില ഭാഗങ്ങളിൽ മാത്രം കട്ട് ചെയ്ത് പോയിരിക്കണമെന്ന് മാത്രം. ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഹിസ്റ്ററി ടൂളിനെ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് പഴയ രൂപത്തിലേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. കേട്ടോ, ഇവിടെ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യമായ രീതിയിൽ ഇതിനെ ഹിസ്റ്ററി ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കണ്ടോ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി ടൂളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കണ്ടോ, അതിനുശേഷം കണ്ടോ ഇവിടെ എല്ലാം അത് അപ്ലൈ ചെയ്ത് നോക്കാം. എവിടെയാണോ ഒരു കേടുള്ളതെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെയെല്ലാം ഷാർപ്നെസ് അത്ര കാര്യമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടോ ഇവിടെയെല്ലാം റെഡ് കാണുന്നിടത്തെല്ലാം, ചിത്രത്തിനകത്ത് റെഡ് കാണുന്നിടത്തെല്ലാം ഹിസ്റ്ററി ടൂള് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ കുറേയൊക്കെ പരിഹരിക്കാവുന്നതാണ്. എന്തായാലും നല്ല സെലക്ഷൻ ടൂളല്ല, തീർച്ചയായിട്ടും മടിയന്മാരുടെ ടൂൾ തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്.